സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അത്ര അധികം അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് തന്നെയാണ് ഡാമേജ് സ്കിൻ ബാരിയറിനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് എക്സിസ്റ്റിംഗ് നൗ. ഹായ് ഹലോ, ഞാൻ മീര. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു MBBS ഗ്രാജുവേറ്റ് ആണ്, നോട്ട് യെറ്റ് എ ഡെർമറ്റോളജിസ്റ്റ്. ബട്ട് എൻ്റെ നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നും റാൻഡംലി അല്ല പറയുന്നത്, എല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാം, എന്തുകൊണ്ടാണ് സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം, ഇനി അഥവാ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെങ്കിൽ അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്കിൻ ഡാമേജ്ഡ് ആണോ അല്ലെ സ്കിൻ ബാരിയർ ഡാമേജ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നു, ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുഖത്തെ കുരുക്കളുടെ എണ്ണം കൂടുന്നു, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് നിങ്ങൾ വേറെ റീസൺസ് ഒന്നും കാണുന്നില്ല, അങ്ങനെ ഉണ്ടാവാം. പിന്നെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര റെഡ് ആവുന്നു, ഭയങ്കര ഫ്ലേക്കി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്കിൻ പീലിംഗ് ഉണ്ടാവുന്നു, സെൻസേഷൻ അതായത് ഇറിറ്റേഷൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബേണിംഗ് സെൻസേഷൻ ഫേസിനുണ്ടാവുന്നു, അതായത് ഒരു എരിച്ചിലുണ്ടാവുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി ശക്തിക്ക് സ്കിന്നിൽ ഒന്ന് റബ്ബ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഒരു പെയിൻ പോലെ അല്ലെങ്കിൽ ഒരു കൊള്ളുന്ന പോലെ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കുറച്ചുകൂടെ ഡാർക്കർ സ്കിൻ ടോണിലേക്കുള്ളവരാണെങ്കിൽ അവർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൂടും. ഫെയർ സ്കിൻ ടോണിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നില്ല. ബട്ട് ഡാർക്കർ സ്കിൻ ടോണിലാണെങ്കിൽ അവർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് കൂടും, പിമ്പിൾസ് വന്നാൽ അത് ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് മാറും, അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നത്? അതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് ഓവർ എക്സ്ഫോളിയേഷൻ. അതായത് ഇന്ന് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഭയങ്കര കൂടുതലാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒരു ക്രീമുണ്ട്, ഒരു ഫേസ് വാഷ് വന്നപ്പോൾ അതായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ AHA BHA കണ്ടൻസ് ഫേസ് വാഷിലുണ്ട്, മോയ്സ്ചറൈസറിലുണ്ട്, സിറംസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നു, ഫേസ് പീലിംഗ് സൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ച് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഓവർ എക്സ്ഫോളിയേഷൻ ആണ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദ സ്കിൻ ബാരിയർ ഡാമേജ്. അപ്പോൾ അതിൽ വന്നിട്ട് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഓവർ യൂസേജ് ആണ് അതിൻ്റെ ഒരു റീസൺ. അതുപോലെ തന്നെ ഓവർ എക്സ്ഫോളിയേഷനിൽ വരുന്നതാണ് ഫിസിക്കൽ എക്സ്ഫോളിയൻസ്, അതായത് മറ്റേ സ്ക്രബ് യൂസ് ചെയ്യുക, തരിതരിയുള്ള സാധനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്യാവുള്ളൂ, പക്ഷെ അതും ലിമിറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ദെൻ വന്നിട്ടൊരു റീസൺ ആണ് അലർജൻസ്. അലർജൻസിൽ പറയുമ്പോൾ മോസ്റ്റ്ലി ഡീനേച്ചേർഡ് ആൽക്കഹോള്, ഫ്രാഗ്രൻസ്, എസെൻഷ്യൽ ഓയിൽ, ഇതൊക്കെ ഉള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കിൻ കെയർ ബാരിയറിനെ ഡാമേജ് ചെയ്യിപ്പിക്കാനായിട്ട് റീസണാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ എപ്പോഴൊക്കെ പറയുമ്പോഴും ഞാൻ ഓൾവേസ് പറയുന്ന ഒരു കാര്യമാണ്, ഫ്രാഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. ഏതൊരു പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോഴോ ഫ്രാഗ്രൻസ് ഉള്ളതിനെ ഞാനതൊരു നെഗറ്റീവായിട്ട് എപ്പോഴും പറയാറുണ്ട്. സോ ഫ്രാഗ്രൻസ് മിക്കപ്പോഴും പലർക്കും അത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ആണ്, പക്ഷെ അത് പലരും തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സും. പിന്നെ ഒരു റീസൺ ആണ് ഓവർ യൂസേജ് ഓഫ് പ്രോഡക്ട്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ചിലർക്ക് മാത്രമേ ഉള്ളൂ വളരെ പ്രോബ്ലംസ് കുറഞ്ഞ സ്കിന്നൊക്കെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെയൊക്കെ സ്കിന്നാണെങ്കിൽ എനിക്ക് പിമ്പിൾസ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഓയിലി സ്കിന്നാണ്, ഓപ്പൺ പോഴ്സ് ഉണ്ട്, എല്ലാ ഇഷ്യൂസും ഉണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ എനിക്ക് ഈ എല്ലാ ഇഷ്യൂസിനെയും സെയിം ടൈമിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും 2 പ്രോബ്ലത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ മാത്രം ട്രീറ്റ് ചെയ്യുക. യു ഡോണ്ട് നീഡ് ഓൾ ദ പ്രോഡക്ട്സ് വിച്ച് ആർ ഷോൺ ഇൻ ദ മാർക്കറ്റ്. എല്ലാം ഒരു ഫോമോ അടിക്കും. ഇങ്ങനെ ഈ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് വേണമല്ലോ, അപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ടല്ലോ, എനിക്കിത് വേണമല്ലോ, അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു 2 പ്രോബ്ലംസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് അറ്റ് എ ടൈം യൂസ് ചെയ്യുക. അത് ഒന്ന് ഓക്കെ ആയി ട്രീറ്റ് ചെയ്ത് ബെറ്ററായി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. എല്ലാ പ്രോഡക്റ്റും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുന്നതും സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യിപ്പിക്കും. പിന്നെ മറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ റെറ്റിനോയിഡ്സ്, സ്റ്റിറോയിഡ്സ്, ബെൻസൈൽ പെറോക്സൈഡ്സ്, പിന്നെന്താ ആൻറ്റി ആക്നെ ട്രീറ്റ്മെൻറ്റിനുള്ള ക്രീംസ്, ഓയിൻമെൻറ്റ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വൈറ്റമിൻ സി എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമല്ല. ഒരുപാട് പേർക്ക് സ്കിൻ കെയർ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, സ്കിൻ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, സ്കിൻ ബാരിയർ ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. സോ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ലാസ്റ്റായിട്ട് വന്നിട്ടൊരു റീസൺ ആണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഡ്രൈ
ആയിട്ടുള്ള വെതറുള്ള ഒരു രാജ്യത്താണ് അല്ല അങ്ങനത്തെ ഏരിയാസിലാണ് താമസിക്കുന്നത് എങ്കിൽ അതും നിങ്ങൾക്ക് സ്കിൻ കെയർ ബാരിയറിനെ ഡാമേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ, എക്സ്ട്രീം ഹോട്ടായിട്ടുള്ള വാട്ടർ ഷവർ എടുക്കുന്നത്, ഫേസ് വാഷ് ചെയ്യുന്നത് ഒക്കെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യും. ദെൻ വൺ റീസൺ ആണ് നമ്പർ ഓഫ് ഫേസ് വാഷസ്. ഒരു ദിവസം ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യിപ്പിക്കും. ഒരു ദിവസം 2 തവണ ഫേസ് വാഷ് ചെയ്യുക, അത് മതി, അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്ന റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഈ പറഞ്ഞ റീസൺസ് ഒക്കെ മാക്സിമം ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ സി എല്ലാവർക്കും പറ്റുന്നതല്ല, അത് ഉപയോഗിക്കാതിരിക്കുക. ഹോട്ട് വാട്ടർ, ഒരുപാട് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാതെ ഒരു ലൂക്ക് വോം വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക. ഹോട്ട് വാട്ടറിൽ ഷവർ എടുക്കുമ്പോൾ ഒരുപാട് നേരം ഫേസിലെ സ്കിൻ ആ ഹോട്ട് വാട്ടറിലേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കാം. ആക്റ്റീവ്സ് ആയിട്ടുള്ള ലൈക്ക് AHA BHA, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെ വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം ട്വൈസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യുക. ഓവറായിട്ട് ഉപയോഗിക്കാതിരിക്കുക എവറി സിംഗിൾ ഡേ. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് സ്കിൻ ബാരിയറിന് ഡാമേജ് ആയി എന്ന് വെക്കുക. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള സ്കിൻ ബാരിയറിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റ് എ റുട്ടീൻ ഫോർ യുവർ സെൽഫ്. അതായത് ജെന്റിൽ ആയിട്ടുള്ള, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നൗറിഷിംഗ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. എസ്പെഷ്യലി വിത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കീ ഇൻഗ്രീഡിയൻസ് ഏതാണ്? നിങ്ങളുടെ ഡാമേജ് സ്കിൻ ബാരിയറിനെ ട്രീറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് സെറമൈഡ്സ്. സെറമൈഡ്സ് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജിനെ നല്ലോണം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് നയസിനമൈഡ്. നയസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി അതിന് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വിത്തിൻ ദ സ്കിന്നിൽ സെറമൈഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് ഹ്യൂമക്റ്റൻസ് ആണ്. ഹ്യൂമക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ ആണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഗ്ലിസറിൻ വളരെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പിന്നെ സോഡിയം ഹൈലുറോണേറ്റ്, ഇതൊക്കെ ഉള്ള പ്രോഡക്ട്സിന് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് വന്നിട്ട് ബാലൻസിങ് ദ pH ഓഫ് യുവർ സ്കിൻ, അതായത് ഒരു 5.6 to 6 ആ ഒരു റേഞ്ചിൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ്, അതായത് സ്കിൻ കെയർ പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുക. ഒത്തിരി ആസിഡിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. ദെൻ വന്നിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ വന്നിട്ട് ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ നോ ആക്റ്റീവ്സ്, നോ AHA, നോ BHA, അങ്ങനത്തെ ഒരു ആക്റ്റീവ്സ് ഉണ്ടാവാൻ പാടില്ല. നോൺ ഫോമിംഗ് ആയിട്ടുള്ള ജെന്റിൽ ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുക. ഫോമിംഗ് ക്ലെൻസേഴ്സ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക, നോൺ ഫോമിംഗ് നോക്കുക. ലൈക്ക് ദ വൺ ഫ്രം സെറ്റഫിലിൻ്റെ നോൺ ഫോമിംഗ് ജെന്റിൽ ക്ലെൻസർ. ദെൻ വൺ ഓഫ് മൈ ഫേവറേറ്റേഴ്സ് മിനിമലിസ്റ്റിൻ്റെ ഓഡ്സ് ക്ലെൻസർ. ദെൻ അവീനോയുടെ ക്ലെൻസർ ഉണ്ട്, എപ്പിസോഫ്റ്റിൻ്റെ ജെന്റിൽ ക്ലെൻസേഴ്സ്. ദീസ് ആർ വെരി ഗുഡ് ഓപ്ഷൻസ്. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എല്ലാം ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ മറന്നു പോകും, പക്ഷേ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദെൻ വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് ടോണർ മസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ടോണർ യൂസ് ചെയ്യുന്നവർ ഹൈഡ്രേറ്റിംഗ് ടോണർ മാത്രം യൂസ് ചെയ്യുക. ടോണർ ആണ് വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ് സ്കിൻ ബാരിയർ ഡാമേജ്. കാരണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മോസ്റ്റ് ഓഫ് ദ ടോണേഴ്സ് ഹാവ് ആൽക്കഹോൾ ഇൻ ഇറ്റ്. നമുക്ക് ഈ ടോണർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ക്ലീൻ ആയ ഫീല് സ്കിന്നിൽ കിട്ടും. അതായത് ഭയങ്കര ക്ലീനായി, ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഫ്രഷ് ഫീല് വരുന്നത് ഈ ആൽക്കഹോൾ കാരണമാണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആൽക്കഹോൾ അറിയാം, അത് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറിനെയും കൂടെ എടുത്തിട്ടാണ് ഇവാപ്പറേറ്റ് ആയി പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനത്തെ ടോണേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. സെറ്റഫിലിൻ്റെ ഒരു ടോണർ ഉണ്ട് വിച്ച് ഈസ് വെരി ഗുഡ്. പിന്നെ വന്നിട്ട് ഹൈഫൻ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ ഉണ്ട് വിച്ച് ഈസ് ഓൾസോ ഗുഡ് ഓപ്ഷൻ. ബട്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് എ ടോണർ യു ക്യാൻ അവോയ്ഡ് എ ടോണർ. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദെൻ വന്നിട്ടുള്ളത് ഒരു തിക്ക് ഫാറ്റി മോയ്സ്ചറൈസർ. അതാണ് നമ്മുടെ സ്കിന്നിനെ തിരിച്ചു കൊണ്ടുവരിക. അതിനകത്താണ് നമുക്ക് സെറമൈഡ്സ്, നൈസിനമൈഡ്, ഗ്ലിസറിൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഏതെങ്കിലും മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. സിറാവയുടെ മോയ്സ്ചറൈസർ ഈസ് വെരി ഗുഡ്, ഒരു ഡബ്ബയിൽ കിട്ടുന്ന സാധനം. ആൻഡ് ദെൻ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ B5 ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് ദാറ്റ് വൺ ഫോർ ഓയിലി സ്കിൻ പീപ്പിൾ. ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നിന് ഓക്കെ ആയിരിക്കും. ബട്ട് ഫോർ ഡ്രൈ സ്കിൻ ഇറ്റ് വിൽ ബി ഗുഡ്, നോട്ട് ഫോർ ഓയിലി സ്കിൻ. ഇറ്റ് ഡസൻറ്റ് സ്യൂട്ട് യു.
ദെൻ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ, ഒരു ബ്ലൂ സാധനം. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് മോയ്സ്ചറൈസർ, ബട്ട് ഫോർ ഡ്രൈ സ്കിൻ, നോട്ട് ഫോർ ഓയിലി സ്കിൻ. എൻ്റെ മൈക്ക് എന്തോ ആയി, പെട്ടെന്ന് ലൈറ്റ് വന്നു, എന്തൊക്കെയോ ആയി ഓൾ ഓഫ് എ സഡൻ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ സജഷൻസ് ആയിരുന്നു ഫോർ എ ഗുഡ് മോയ്സ്ചറൈസർ. ഡെർമാക്കോൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, ദാറ്റ് ഈസ് വെരി ഗുഡ്. ദെൻ വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ തന്നെ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ അനദർ വൺ വെരി ഗുഡ് വൺ. ദെൻ സുഗന്ധയുടെ സ്ക്വാലിൻ ആൻഡ് സെറമൈഡ് ഒരു മോയ്സ്ചറൈസർ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് മോയ്സ്ചറൈസറിന് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഫർദർ ഡാമേജസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൺസ്ക്രീൻ അത്യാവശ്യമാണ്. ഒരു SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യുക. ബട്ട് ഇപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഡാമേജ്ഡ് ആയി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാക്സിമം വേണമെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്തിട്ട് ഫിസിക്കൽ സൺസ്ക്രീൻ, കംപ്ലീറ്റ്ലി ഫിസിക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പോൾ വരുന്ന നോർമലായിട്ട് കിട്ടുന്ന സൺസ്ക്രീൻസ് എല്ലാം, കോസ്മെറ്റിക് ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻസ് എല്ലാം തന്നെ കെമിക്കൽ സൺസ്ക്രീൻ ആണ്. കുറേയൊക്കെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സൺസ്ക്രീൻ മിക്സഡ് സൺസ്ക്രീൻ ആണ്. സോ ഫിസിക്കൽ സൺസ്ക്രീൻ ആയിട്ട് ഇപ്പോൾ ഒരു ചോയ്സ് പറയുകയാണെങ്കിൽ ഡെർമാക്കോൻ്റെ പ്യുർ സിങ്ക് സൺസ്ക്രീൻ ഉണ്ട്, ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ദെൻ ലാ ഷീൽഡിൻ്റെ ഫിസിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീൻ ഉണ്ട്. ദെൻ ന്യൂട്രിജീനയുടെ ഒരു സിങ്ക് ഓക്സൈഡ് സൺസ്ക്രീൻ, സംതിങ് ലൈക്ക് ദാറ്റ് ഒരെണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. എനിവേ ഏതായാലും പ്യുവറായിട്ട് ഫിസിക്കൽ സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് ടൈമിലും സെയിം ലൈക്ക് AM റുട്ടീനായിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക. അവോയ്ഡ് എനി കൈൻഡ് ഓഫ് AHA BHA എല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നല്ല രീതിയിലൊക്കെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ മോർണിംഗ് ഫേസ് വാഷ് അവോയ്ഡ് ചെയ്തിട്ട് നൈറ്റിൽ മാത്രം ഈ നമ്മളൊരു ഫുൾ ഡേയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഗങ്കും ഡേർട്ടും ഒക്കെ കളയാൻ വേണ്ടി നൈറ്റിൽ മാത്രം ഫേസ് വാഷ് ചെയ്യാം. മോർണിംഗിൽ ജസ്റ്റ് വാട്ടർ യൂസ് ചെയ്താലും മതി. ഞാൻ പറഞ്ഞല്ലോ, ഫേസ് വാഷ് ചെയ്യുന്നത് പിന്നെയും ഫർദർ ബാരിയർ ഡാമേജസ് ഉണ്ടാക്കും. സോ ഒരു വൺസ് ഇൻ എ ഡേ ആക്കാം. അത് വൺസ് ഇൻ എ ഡേ ആക്കുമ്പോൾ അത് നൈറ്റിലായിരിക്കണം, നോട്ട് ഇൻ ദ മോർണിംഗ്. ദെൻ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 to 4 അല്ലെങ്കിൽ ഒരു 6 weeks എടുക്കും നിങ്ങൾക്കിത് റിപ്പയർ ചെയ്ത് സ്കിന്നിനെ ബെറ്റർ ആക്കാൻ. ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ടോ ഒരു റിസൾട്ട് കാണത്തില്ല. സോ കീപ് ദാറ്റ് പേഷ്യൻസ്. ഒരു 4 weeks വരെയൊക്കെ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. വേറെ സ്കിൻ കെയർ പ്രോഡക്ട്സോ ഒരു സാധനങ്ങളും ഉപയോഗിക്കരുത്. ഇത് മാത്രമായിട്ട് ഇത്രയും പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ, ഫേസ് വാഷ് ആൻഡ് സൺസ്ക്രീൻ, പിന്നെ വേണമെങ്കിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ. അതല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ദെൻ അവോയ്ഡ് ഹോട്ട് ഷവേഴ്സ്. ഈ ബാരിയർ ഡാമേജ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഭയങ്കര എക്സ്ട്രീം ഹോട്ട് വാട്ടറിലുള്ള ഷവർ കുറയ്ക്കുക. ചൂടുവെള്ളം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ലൈക്ക് ലൂക്ക് വാം ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുക. പിന്നെ വന്നിട്ട് സ്കിൻ പിക്കിങ്ങിന് ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടോ ഇങ്ങനെ സ്കിൻ പൊളിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് അതിങ്ങനെ പറിക്കാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ചെയ്യാതിരിക്കുക. കൺട്രോൾ യുവർ ഹാൻഡ്സ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയൊക്കെ തന്നെ ഫോളോ ചെയ്ത് ഒരു 4 weeks ടൈം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിന് പഴയ പോലെ പിന്നെ ബെറ്റർ വേ തിരിച്ചു വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും സ്കിൻ കൺസേൺസിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസും റിവ്യൂവും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. It would be a great help for me as well as others. So അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.